10th ഫിസിക്സ് ചാപ്റ്റർ 1 സൗണ്ട് വേവ്സിന്റെ പാർട്ട് 6ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന ടോപ്പിക്കാണ്. എന്താണ് സൗണ്ടിന്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? ആ ചിത്രമില്ലേ, ആ ഫോട്ടോ കാണിച്ചിട്ടില്ലേ, അത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണ്. അത് മൂന്നാറിലെ ഫേമസ് ആയിട്ടുള്ള എക്കോ പോയിന്റ് ആണ്. എക്കോ പോയിന്റ് എന്നാണ് ആ സ്പോട്ടിനെ വിളിക്കുന്നത്. അതായത് അവിടെ ഇറങ്ങിയ ആളുകൾ ഫോട്ടോ എടുക്കാറുണ്ട്. എന്നാൽ കുറെ ആളുകൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങനെ അലറി വിളിക്കും. അപ്പൊ അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. അതാണ് വെറുതെ ഫോട്ടോ എടുക്കൽ മാത്രമല്ല, ആ അലറി വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, ദൂരേന്ന് ഇവര് സംസാരിക്കുന്നതിന്റെ എക്കോ എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് എക്കോ പോയിന്റ്. അപ്പൊ എന്തായിരിക്കും ആ തിരിച്ചു വരാനുള്ള കാരണം? ഇവരാ അലറി വിളിക്കുന്ന സമയത്ത് ദൂരെ മലകളിലും ഒക്കെ ഇടിച്ചിട്ട് ആ സൗണ്ട് എന്ത് ചെയ്യാണ്, തട്ടി തിരിച്ചു വരുവാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈറ്റിന് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സൗണ്ടിനും റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എക്സാമിന് ചോദിക്കൊന്നുമില്ല, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് സൗണ്ട് ആഫ്റ്റർ ഹിറ്റിംഗ് എ സർഫസ്, അല്ലെ? ബൗൺസിങ് ബാക്ക് ഓഫ് സൗണ്ട് ആഫ്റ്റർ ഹിറ്റിംഗ് എ സർഫസ്. ഒരു സർഫസിൽ ഇടിച്ച ശേഷം സൗണ്ട് തട്ടി തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും നന്നായി സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. നമ്മൾ ലൈറ്റിലും അതുപോലൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, റഫ് സർഫസിനേക്കാളും സ്മൂത്ത് സർഫസ് ആയിരിക്കും നന്നായി എഫക്റ്റീവ് ആയിട്ട് സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. റഫ് സർഫസ്, റഫ് സർഫസ്, സോറി, സ്മൂത്ത് സർഫസ് അല്ലെ, തിരിച്ചു പറയാൻ കുഴപ്പമില്ല. സ്മൂത്ത് സർഫസ്, സ്മൂത്ത് സർഫസ് reflect sound more effectively than rough surface. More effectively than rough surface. റഫ് സർഫസിനേക്കാളും നന്നായി സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. ഇനി ഇതുപോലെ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് സിറ്റുവേഷൻ ആണ്. ഒന്ന് സൗണ്ട് ബോർഡ്, അതുപോലെ കർവ്ഡ് സീലിംഗ് ഒക്കെ നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അതായത് വളഞ്ഞ സീലിങ്ങുകളൊക്കെ ഇല്ല, നമ്മൾ റൂഫിൽ യൂസ് ചെയ്യുന്നത് ഈ സൗണ്ടിനെ നന്നായി റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഫിഗറിൽ കണ്ട, ഓക്കെ, ഇവിടെ ഈ സീലിംഗ് കാണാം. നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ സീലിംഗ് നമ്മൾ കണ്ടില്ല, ഇതുപോലെ കർവ്ഡ് ആയിട്ട് പണിത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ആളുകൾ സംസാരിക്കുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ആളുകൾക്കിടയിലേക്ക് എന്ത് ചെയ്യും, ഇതെത്താനായിട്ട് സഹായിക്കും. മറ്റേ ഫ്ലാറ്റിനേക്കാളും കുറെ കൂടി എഫക്റ്റീവ് ആയിട്ട് ഇടിച്ച് തിരിച്ചു വരാൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട്, ഈ മിററൊക്കെ പോലെ കോൺകേവ് മിററൊക്കെ ഇല്ല, അതുപോലെ എഫക്റ്റീവ് ആയിട്ട് തിരിച്ചു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ പറയുന്ന കർവ്ഡ് സീലിംഗ്. അതുപോലെ തന്നെ സൗണ്ട് ബോർഡും ഈ പറഞ്ഞ പോലെ ആളുകൾ സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നത്. എവിടെ കണ്ടില്ലേ, ഇയാൾ സംസാരിക്കുന്നത് സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് കൃത്യമായിട്ടായിരിക്കുന്ന ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന്റെ. ഇനി നമ്മളുടെ ടെക്സ്റ്റിലാണെങ്കിലും കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോ ബോർഡിൽ കാണിക്കാട്ടാ. രണ്ട് പി വി സി പൈപ്പ് അറേഞ്ച് ചെയ്തിട്ട് ഒരാൾ ഇവിടെ നിന്ന് കേൾക്കുകയാണ്. ഇപ്പുറത്തൊരു അലാം വെച്ചിട്ടുണ്ട്, ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പറയുന്നതാണ്, ഈ അലാം ക്ലോക്കിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ. ബീക്കോടെ ഇയാൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. തീർച്ചയായിട്ടും കേൾക്കാൻ പറ്റും, കാരണം ആ മിറർ ചെയ്യുന്നത് എന്ത് ചെയ്യും, സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് പൈപ്പ് വഴി അയാൾക്ക് ഉറപ്പായിട്ടും കേൾക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ഇറ്റ് പോസിബിൾ ടു ഹിയർ ദ സൗണ്ട് ത്രൂ ബി? യെസ്, ഓഫ് കോഴ്സ്, അല്ലെ, സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ഇതിന് ആൻസർ ആയിട്ട് എഴുതേണ്ടത് യെസ്, ഹി ക്യാൻ ഹിയർ, അല്ലെ. ഇനി അടുത്തത്, വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ഇഫ് യു യൂസ് ബ്രിക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ്? അപ്പൊ ഇവിടെ ഗ്ലാസ് ഉപയോഗിക്കുന്നതിന് പകരം ബ്രിക്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം? അപ്പൊ ബ്രിക്ക് യൂസ് ചെയ്താൽ ബ്രിക്ക് റഫ് സർഫസ് ആണല്ലോ, അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യില്ല, റിഫ്ലക്ഷൻ നടക്കൂല, ഗ്ലാസ് പോലെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യില്ല. അതുകൊണ്ട് കേൾക്കുന്ന സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല എന്ന് വരും, ചിലപ്പോൾ വളരെ വീക്ക് ആയിരിക്കും കേട്ടോ. സിൻസ്, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, സിൻസ് ബ്രിക്ക് സർഫസ് ഈസ് റഫ്, സിൻസ് ബ്രിക്ക് സർഫസ് ഈസ് റഫ്, ബ്രിക്കിന്റെ സർഫസ് റഫ് ആയതുകൊണ്ട്
reflected sound will be very weak. Or ചിലപ്പോ കേൾക്കാനും പറ്റില്ല എന്ന് വരും. റിഫ്ലക്റ്റഡ് സൗണ്ട് വളരെ വീക്ക് ആയിരിക്കും, ചിലപ്പോ കേൾക്കാൻ പറ്റില്ല കേട്ടോ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എങ്ങനെ എഴുതാം? ഓർ മേ നോട്ട് ബി ഹേർഡ് ക്ലിയർലി, ഓർ മേ നോട്ട് ബി ഹേർഡ്, മേ നോട്ട് ഹേർഡ്. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന് തന്നെ സബ് ആയിട്ട് വരുന്നതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അതായത് നമ്മളൊരു റൂം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ റൂമിൽ പല പല സാധനങ്ങളുണ്ടല്ലോ അല്ലെ. വോൾ ഉണ്ട്, അതുപോലെ റൂഫ് ഉണ്ട്, അതുപോലെ ഫ്ലോർ, ഇങ്ങനെ പല സ്ഥലങ്ങളിലാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് തട്ടുകയാണല്ലോ. അപ്പൊ ആക്ച്വലി റിഫ്ലക്ഷൻ ഒരു തവണയല്ല നടക്കുന്നത്. റിഫ്ലക്ഷൻ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് മൾട്ടിപ്പിൾ ടൈംസ് നടക്കുന്നുണ്ട്. ഇതിനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൗണ്ട് പല സർഫസിൽ തട്ടി വീണ്ടും വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സൗണ്ട് റിഫ്ലക്ട് മോർ ദാൻ വൺസ് ഫ്രം ഡിഫറെന്റ് സർഫസ്. സൗണ്ട് റിഫ്ലക്ട് മോർ ദാൻ വൺസ് ഫ്രം ഡിഫറെന്റ് സർഫസ്. സൗണ്ട് റിഫ്ലക്ട് കൂടുതൽ തവണ, മോർ ദാൻ വൺസ് ഫ്രം ഡിഫറെന്റ് സർഫസ്. ഓക്കെ, അപ്പൊ നമ്മള് റിഫ്ലക്ഷൻ എന്താന്ന് പറഞ്ഞു അല്ലെ. എന്നിട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇനി 3-4 തിയറി കോൺസെപ്റ്റുകൾ ഉണ്ട് കേട്ടോ. അടുത്തൊരു ഐഡിയ ആണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഓരോന്നും മനസ്സിലാക്കിക്കൊള്ളാം. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഓക്കെ, അതായത് നമ്മളൊരു സൗണ്ട് കേട്ടാലേ, നമ്മളൊരു ശബ്ദം എന്തെങ്കിലും കേട്ടാൽ ഒരല്പനേരം ആ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ചെവിയിൽ അത് നിലനിൽക്കും. ഈ നിലനിൽക്കുന്നതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അതായത് വെൻ വി ഹിയർ എ സൗണ്ട്, ദ സെൻസേഷൻ ഓഫ് സൗണ്ട് റിമെയിൻ ഇൻ അവർ ഇയർ ഓർ ബ്രെയിൻ ഫോർ 1/10 സെക്കൻഡ്. വളരെ കുറച്ച് സമയമുള്ളൂ, ഒരു സെക്കൻഡിന്റെ 10ൽ1 സമയം. ഓക്കെ, നമ്മുടെ ചെവിയിൽ അതെന്ത് ചെയ്യും? നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കിയതിന്റെ തൊട്ടുടനെ തന്നെ വേറൊരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ വേർതിരിച്ച് കേൾക്കാനായിട്ട് പറ്റിയെന്ന് പറയണം. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൗണ്ടുകളെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന പല രീതിക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമ്മളുടെ ചെവിയിൽ 1/10 സെക്കൻഡ് സമയത്തേക്ക് എന്ത് ചെയ്യും? സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും അതൊന്ന് നിലനിൽക്കും. അതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോ വെൻ വി ഹിയർ എ സൗണ്ട് അല്ലെ, when we hear a sound, നമ്മളൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ സോഴ്സിൽ നിന്ന് ആ സൗണ്ട് സ്റ്റോപ്പായി കഴിഞ്ഞാലും എത്ര നേരത്തേക്ക്? 1/10 സെക്കൻഡ്. ഓക്കെ, സെൻസേഷൻ ഓഫ് സൗണ്ട്, ഓഡിറ്ററി എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം കേട്ടോ. സെൻസേഷൻ ഓഫ് സൗണ്ട് റിമെയിൻസ് in our ear for 1/10 സെക്കൻഡ്. വളരെ കുറച്ച് സെക്കൻഡ് സമയമുള്ളൂ, 1 സെക്കൻഡ് പോലും ഇല്ല, 1/10 സെക്കൻഡ് ആണ്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഫ് അനദർ സൗണ്ട് ഫോൾ ഡ്യൂറിങ് ദിസ് ടൈം, വേറൊരു സൗണ്ട് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഒരുമിച്ച് കേട്ട ഫീലേ നമുക്ക് കിട്ടുള്ളൂ. അതായത് സെപ്പറേറ്റ് കേൾക്കാനായിട്ട് പറ്റില്ല. അത് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചാലും മതി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത കോൺസെപ്റ്റ് പറയാനായിട്ട് പോകുന്നത്. ഇഫ് അനദർ സൗണ്ട്, ഓക്കെ, ഇഫ് അനദർ സൗണ്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതി വെച്ചാൽ മതി കേട്ടോ. സൗണ്ട് ഹേർഡ് ഡ്യൂറിങ് ദിസ് ടൈം, if another sound is heard during this time, ഓക്കെ, ഇത് എങ്ങനെ ഫീൽ ചെയ്യും? നമുക്ക് ഇത് ഒരുമിച്ച് വന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ഫെൽറ്റ് ആസ് ഇഫ് they are heard together. ഓക്കെ, ഇത് മനസ്സിലാവണ പോലെ എഴുതി വെച്ചോളണം.
അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. മുന്നോട്ടുള്ള കുറച്ച് കോൺസെപ്റ്റില് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ വേറൊരു സൗണ്ട് ഈ 1/, അങ്ങനെ തന്നെ എഴുതി വെച്ചു, മലയാളത്തിൽ എഴുതി വെക്കാം. ഈ 1/10 സെക്കൻഡ് ടൈമിൽ അതാണ് അതിന്റെ മീനിങ്. ഈ 1/10 സെക്കൻഡ് ടൈമിൽ അനദർ സൗണ്ട് വന്നാൽ, അനദർ സൗണ്ട് കേട്ടാൽ, അല്ലെ, അനദർ സൗണ്ട് ഹിയർ ചെയ്താൽ, എങ്ങനെ വേണമെങ്കിൽ പറയാം. അനദർ സൗണ്ട് ഹിയർ ചെയ്താൽ നമ്മൾ നേരത്തെ ഇതിന്റെ മലയാളമാണ് കേട്ടാ. സെപ്പറേറ്റ് ആയി ഫീൽ ചെയ്യില്ല, സെപ്പറേറ്റ് ആയി ഫീൽ ചെയ്യില്ല. പിന്നെ എങ്ങനെയാ നമുക്ക് തോന്നുക? ഒരുമിച്ച് കേട്ട പോലെ ഫീൽ ചെയ്യും, ഒരുമിച്ച് കേട്ട പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം ഈ ഒരു പോയിന്റ്. ഒരുമിച്ച് കേട്ട പോലെ ഫീൽ ചെയ്യും, ഒരുമിച്ച് കേട്ട പോലെ ആയിരിക്കും നമുക്കിത് ഫീൽ ചെയ്യുക. അപ്പൊ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെക്കാൻ പറഞ്ഞതിന്റെ കാരണം നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ് ഇനി അടുത്ത ടോപ്പിക്കിൽ കൊണ്ടുവരാനുണ്ട്. അടുത്ത ടോപ്പിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് എക്കോ. എക്കോ നമ്മൾ നേരത്തെ മൂന്നാറിന്റെ കേസൊക്കെ പറഞ്ഞല്ലേ, എക്കോ. അപ്പൊ എന്തായിരിക്കും ഈ എക്കോ, അല്ലെങ്കിൽ എക്കോയും റിഫ്ലക്ഷൻ സൗണ്ട് തമ്മിൽ എന്തായിരിക്കും, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് തമ്മിൽ എന്താ ബന്ധം? അതായത് ഇനീഷ്യൽ സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അതേ സൗണ്ട് കേൾക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്കോ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ പറയാണ് ഹലോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, ഹലോ വീണ്ടും കേൾക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്കോ എന്ന് പറയാം. അപ്പൊ ഇനീഷ്യൽ സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും സെയിം സൗണ്ട് എന്ത് ചെയ്യുക, വീണ്ടും കേൾക്കാം കേട്ടാ. സെയിം സൗണ്ട് കേൾക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്കോ എന്ന് പറയുന്നത്. അപ്പോ എക്കോ ഇസ് ദ സൗണ്ട് ഹേർഡ്, ഇറ്റ് ഈസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ, ഒരല്പ സമയം കഴിഞ്ഞിട്ട്. എത്ര സമയമാണെന്നുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പറയും. ആഫ്റ്റർ എ വൈൽ due to the reflection of initial sound, due to the reflection of initial sound, due to the reflection of initial sound. ഇനീഷ്യൽ സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, ഒരല്പസമയം കഴിഞ്ഞിട്ട് ആ സൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും കേൾക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കോ എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവാട്ടോ. ഇനി നമ്മൾ അടുത്ത ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോവാണ്. ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആക്ടിവിറ്റി 31 നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എത്ര ടൈം വേണ്ടി വരും നമുക്കൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ കേൾക്കാനായിട്ട് വേണ്ട മിനിമം ടൈം എത്രയാണെന്നാണ്. ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ ഒരു ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എക്കോ ആയിട്ട് കേൾക്കാനുള്ള ടൈം ഗ്യാപ്പ് എത്രയാണ്? നിങ്ങൾ എവിടെ കണക്ട് ചെയ്യുന്നറിയോ? ഇതിനു മുന്നേ നമ്മൾ പഠിച്ച ടോപ്പിക് ആയിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ പഠിച്ചില്ലേ, എന്താ പഠിച്ചത്? അതായത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഒരു സൗണ്ട് കേട്ടാൽ 0.1 സെക്കൻഡ് സമയം, അല്ലെ, നമ്മുടെ ചെവിയിൽ അത് തങ്ങി നിൽക്കും. ആ സമയത്ത് വേറൊരു സൗണ്ട് നമ്മുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്കോ ആയിട്ട് ഫീൽ ചെയ്യില്ല. സെപ്പറേറ്റ് ആയിട്ട് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1/10 സെക്കൻഡ് ടൈം. ഓക്കെ, 1/10 സെക്കൻഡ് ടൈം കഴിഞ്ഞേ ആ സൗണ്ട് നമ്മുടെ ചെവിയിൽ എത്താൻ പറ്റുള്ളൂ. വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റ് നോട്ട് ചെയ്തോ. ഡ്യൂ ടു പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് കാരണമായിട്ട് പഴയ ശബ്ദം നമ്മുടെ ചെവിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് 1/10 സെക്കൻഡ് ടൈം കഴിയണം. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൗണ്ട് ഡ്യൂറിംഗ് ദിസ് ടൈം? അങ്ങനെയാണെങ്കിൽ ഈ സമയം സൗണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യും? നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, അല്ലെ? നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചാണ്. വെലോസിറ്റി, ഇവിടെ സ്പീഡ് എത്രയാ? സൗണ്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എയറിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് 350 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ കണ്ട 350 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. 350 അത് ഓരോ മീഡിയത്തിൽ ഡിഫറെന്റ് ആട്ടോ. എയറിൽ 350 മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ സൗണ്ട് ട്രാവൽ ചെയ്യുക. ഇൻറ്റു 1/10 അല്ലേ? ഇൻറ്റു 1/10 വരുമ്പോൾ ഈ സീറോയും കട്ടാവും. റിമൈനിങ് വരുന്ന എത്രയാണ്? 35 മീറ്റർ ആണ്. അതായത് ഒരു ശബ്ദം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 35 മീറ്റർ അത് ട്രാവൽ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ചെവിയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അത് എന്തായിട്ട് ഫീൽ ചെയ്യുള്ളൂ? എക്കോ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ശരിക്കും മനസ്സിലായിക്കോളണം കേട്ടോ. അപ്പൊ ഇതൊക്കെ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി വെക്കാം. സൗണ്ട് ട്രാവൽ, അല്ലെ? സൗണ്ട് ട്രാവൽ ഈ സ്പീഡിലാണെങ്കിൽ സൗണ്ട് എത്ര മീറ്റർ ട്രാവൽ ചെയ്യും? ട്രാവൽ അറ്റ്ലീസ്റ്റ്, മിനിമം ആണ് കേട്ടോ, കൂടിയാലും കുഴപ്പമൊന്നുമില്ല,
മിനിമം 35 മീറ്റർ ട്രാവൽ ചെയ്തിട്ട് വരണം. അല്ലെങ്കിൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ 1/10 സെക്കൻഡ് ഉള്ളിൽ തന്നെ നമ്മൾ ആ സൗണ്ട് നമ്മുടെ ചെവിയിലെത്തും. 1/10 സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്യണം? 35 മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ സൗണ്ട് നമ്മുടെ ചെവിയിലെത്താൻ. എന്നാലാണ് നമുക്ക് അത് എക്കോ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അല്ലെ, ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്, അയാൾക്ക് അയാളുടെ എക്കോ കേൾക്കണമെങ്കിൽ ശരിക്കും മനസ്സിലായിക്കോളണം, ഒരു തടസ്സം ഉണ്ടല്ലോ, എന്തോ ഒരു തടസ്സത്തില് തട്ടിയിട്ടാണല്ലോ ആ സൗണ്ട് തിരിച്ചിട്ടാണല്ലോ അയാൾക്ക് എക്കോ ആയിട്ട് കേൾക്കണേ. എത്ര ദൂരം മിനിമം ഉണ്ടായിരിക്കണം ആ തടസ്സത്തിൽ നിന്ന് എക്കോ കേൾക്കണമെങ്കിൽ? ഓക്കെ, ഇപ്പൊ അയാളുടെ സൗണ്ട് അയാൾ വീണ്ടും കേൾക്കുന്നതാണല്ലോ എക്കോ. വീണ്ടും വേർതിരിച്ച് കേൾക്കാൻ, ചുമ്മാ ഒരു അല്ല, വേർതിരിച്ച് കേൾക്കണമെങ്കിൽ അയാൾ എത്ര ഗ്യാപ്പ് ആ തടസ്സവുമായിട്ട് ഉണ്ടാവണം എന്നുള്ളത്. അത് മുകളിൽ നോക്കിയാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 35 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 35 മീറ്റർ പോയിട്ട് തിരിച്ചു വരാനുള്ളതാണ് അല്ലെ. അപ്പോ ഇവിടെ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് മതി. 35 മീറ്ററിന്റെ ഹാഫ് നോക്കി, 35/2, അതായത് 35 വേണ്ട, മിനിമം എത്ര മതി? 17.5 മീറ്റർ മതി. കാരണം എന്താ? സൗണ്ട് അങ്ങോട്ട് 17 ട്രാവൽ ചെയ്യും, 17 മീറ്റർ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചിങ്ങോട്ടും 17 മീറ്റർ ആവുമ്പോ എത്രയായി? 35. അപ്പൊ ഇത് ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവണയാണ്, ശരിക്കും മനസ്സിലായിക്കൊള്ളണം കേട്ടോ. അപ്പൊ 35 മീറ്റർ എങ്കിലും മിനിമം വേണം സൗണ്ടിന് പോയി വരാനായിട്ട്. പോയി വരാനാണ് 35 അല്ലെ. അപ്പൊ ഇവിടെ അതിന്റെ പകുതി മതി അങ്ങോട്ട് പോകാൻ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര മതി? 17 മീറ്റർ. അതായത് എക്കോ ക്ലിയർ ആയിട്ട് കേൾക്കണമെങ്കിൽ നമ്മുടെ സർഫസ് എത്ര മീറ്റർ മിനിമം അകലെ ആയിരിക്കണം? 17.5 മീറ്റർ അകലെ ആയിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എക്കോ ക്ലിയർ ആയി കേൾക്കാൻ, സർഫസ്, റിഫ്ലക്റ്റിംഗ് സർഫസ് എത്ര മീറ്റർ അവരെ ആയിരിക്കണം? 17.5 മീറ്റർ എവേ ആയിരിക്കണം. അല്ലാണ്ട് എക്കോ കേൾക്കൂല. നമ്മളിപ്പോ നമ്മുടെ ഈ റൂമിൽ കണ്ടില്ലേ, എന്റെ ഫ്രണ്ടിൽ വോളിൽ ഞാൻ അവിടെ വെറുതെ സംസാരിച്ചാൽ എനിക്ക് എക്കോ കേൾക്കില്ല. അതിന് വേണ്ടിയിട്ടുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് എന്ത്? 17.5 മീറ്റർ. ഇതൊക്കെ വല്ല 1 മാർക്കിനൊക്കെ ചോദിക്കാനും ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. എക്കോ ക്ലിയർ ആയി കേൾക്കണമെങ്കിൽ സൗണ്ട് മിനിമം എത്ര മീറ്റർ ട്രാവൽ ചെയ്യണം? 35 മീറ്റർ ട്രാവൽ ചെയ്യണം. അല്ലെങ്കിൽ 17 മീറ്റർ എന്തുണ്ടാവണം? ആ ഒബ്സ്ട്രക്ഷനുമായിട്ട്, ആ തടസ്സവുമായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടാവണം. ഇനി ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്കോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി അത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അത് ഞാൻ പറഞ്ഞു, വേവിന്റെ ഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ കൂടെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ. അനദർ ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽ ആണ് ഇത്. അതായത് ഒരു ക്രാക്കർ, കതിന, ഒരു പടക്കത്തിൽ നിന്നുള്ള സൗണ്ട് കേട്ടിട്ട്, സൗണ്ട് ഇങ്ങ് ചെന്നിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അയാളുടെ ചെവിയിലെത്തിയത്. അപ്പൊ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഈ ടൈം പോയി തിരിച്ചു വരാനാണ്. അപ്പൊ അങ്ങോട്ട് ശരിക്കും എത്ര സെക്കൻഡ് സമയം എടുത്തിട്ടുള്ളൂ? 0.5 സെക്കൻഡ് അല്ലെ. തിരിച്ചിങ്ങോട്ടും അങ്ങോട്ട് 0.5 സെക്കൻഡ്. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്കത് അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ടോട്ടൽ ടൈം ആണെന്ന ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. ടോട്ടൽ ടൈം ആണ് 1 സെക്കൻഡ്. ഇനി അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് അയാളിൽ നിന്ന് എത്ര ദൂരെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്രം ദ പേഴ്സൺ? സ്പീഡ് തന്നിട്ടുണ്ട് 350. നമ്മൾ സ്പീഡ് വിട്ടു കൊടുക്കും. ഓക്കെ, നമ്മൾ സ്പീഡ് വിട്ടു കൊടുക്കും. ഇവിടെ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂ വെച്ച് ചെയ്യാൻ പോയി എന്ന് വിചാരിച്ചോ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ. സ്പീഡ് എത്രയാ? 350. ടൈം എത്രയാ? 1. അപ്പൊ നമുക്ക് 350 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ക്വസ്റ്റ്യനിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന ടൈമല്ലേ നമ്മൾ ഇട്ട് കൊടുത്തേക്കണേ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ഡിസ്റ്റൻസ് ആ. ഇവര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്രം ദ പേഴ്സൺ? അതായത് റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് ഉണ്ടല്ലോ, അതിലേക്കുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസിന് എന്തെടുക്കണം? ഹാഫ് എടുക്കണം. ഫുള്ള് വേണ്ട, കാരണം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ദൂരം നമുക്ക് വേണ്ട. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ടൈം 0.5 സെക്കൻഡ് ഇട്ട് ചെയ്യണം. അതും കുഴപ്പമില്ല. ഓക്കെ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ടൈം എന്തേ എടുക്കാവുള്ളൂ? 0.5 സെക്കൻഡ് ഇട്ട് മാത്രമേ പ്രോബ്ലം ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? ഹാഫ് എടുക്കണം. അപ്പൊ ഇതിനെ ടോട്ടൽ ഡിസ്റ്റൻസ് വിളിച്ചിട്ട് അടുത്ത എന്താ? ഡിസ്റ്റൻസ് ഫ്രം റിഫ്ലക്റ്റിംഗ് സർഫസിന് അടുത്തൊരു ഹെഡിങ് കൊടുക്കാം. രണ്ടും കുഴപ്പമില്ല കേട്ടാ. ഡിസ്റ്റൻസ് ഫ്രം റിഫ്ലക്റ്റിംഗ് സർഫസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അപ്പൊ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അതാണ് ഇമ്പോർട്ടന്റ് കേട്ടാ. 350/2 which is equal to 175 മീറ്റർ എന്ന് കിട്ടും. രണ്ട് മെത്തേഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ഓർ ഇനി അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്ക്, ഇങ്ങനെയും ചെയ്യാന്നുള്ള കാര്യം. ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു വെലോസിറ്റി എത്ര കൊടുക്കണം? 350 കൊടുക്കണം. സമയം 1 എടുക്കരുത്, 0.5 കൊടുക്കണം. v into t. ടൈം 0.5 കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് 175 മീറ്റർ എന്ന് കിട്ടും.
ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒന്നല്ല അവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടൈം ടോട്ടൽ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്തോളൂ. ഇവിടെ ആക്ടിവിറ്റി 33 ചോദിച്ചേക്കുന്നത് മിനിമം ഡിസ്റ്റൻസ് ആണ്. കണ്ട ഈ ഒരു വാക്ക് കണ്ട, വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് അവിടെ ടൈം തരില്ല, ടൈം നമ്മൾ ചിന്തിച്ചോളണം. 1/10 അല്ലേ മിനിമം ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ടൈം. ഓക്കെ, ടു ഹിയർ എക്കോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. മിനിമം ഡിസ്റ്റൻസ് ടു ഹിയർ എക്കോ എത്രയാണ്? 17.5 മീറ്റർ അല്ലെ. മിനിമം ഡിസ്റ്റൻസ് 35 മീറ്റർ. മിനിമം ടൈം എത്രയാണ്? 1/10 സെക്കൻഡ്. അതാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മിനിമം ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട ടൈം മിനിമം ടൈം 1/10 സെക്കൻഡ്. ആൻഡ് സ്പീഡ് തന്നിട്ടുണ്ട്, സ്പീഡ് ഈസ് ഈക്വൽ ടു 1480 മീറ്റർ. വേറൊന്നുമില്ല. ഇന്ന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യണം. വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ ശ്രദ്ധിച്ചുള്ളൂ, ഇവര് ടൈം തന്നിട്ടില്ല. അതിന് കാരണം അവർക്ക് ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ദൂരം അവർക്ക് വേണ്ട. മിനിമം എത്ര ദൂരം ഉണ്ടാവണം എക്കോ കേൾക്കാനായിട്ട്? അപ്പൊ മിനിമം എത്ര സമയം വേണം? 1/10 സെക്കൻഡ്. അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ സ്പീഡ് ഓക്കെ 1480, ടൈം നമ്മൾ 1/10 സെക്കൻഡ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 148 മീറ്റർ എന്ന് കിട്ടി. നിങ്ങൾ ഇവിടെ നിർത്തിപ്പോരുത്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രശ്നം ഇവിടെയും വരും. കാരണം ഇതെന്താ? മിനിമം ടോട്ടൽ അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. നമ്മളടുത്ത് അവർ ചോദിച്ചേക്കുന്നത് എന്താ? റിഫ്ലക്റ്റിംഗ് സർഫസും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കണ്ട, നേരത്തെ നമ്മൾ ഇവിടെ ഹാഫ് എടുത്തില്ലേ, അതുപോലെ ഹാഫ് എടുത്തോളാം. കാരണം ഈ 148 മീറ്റർ എന്ന് പറയുന്ന ആകെ സൗണ്ട് ട്രാവൽ ചെയ്ത ദൂരാണ് അല്ലെ. അത് വേണ്ടല്ലോ. സോഴ്സ് ഇപ്പൊ ഇതാണെങ്കിൽ ഒരാൾ ഒച്ച എടുത്തിട്ട് അത് തിരിച്ചു വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 148. അത് വേണ്ട. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അവർ ചോദിച്ചിരുന്നത്. ഈ ഒരു ഗ്യാപ്പ് മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ, ടോട്ടൽ വേണ്ട. അപ്പൊ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ട, ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് റിഫ്ലക്ഷൻ. അപ്പൊ ഒന്നുകൂടി എഴുതുക, ഡിസ്റ്റൻസ് മറ്റേ ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ മതി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് സർഫസ്. സോഴ്സ് ആൻഡ് സർഫസ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് സർഫസ് നമുക്ക് കിട്ടിയ 148 മീറ്ററിനെ ഹാഫ് എടുക്കണം. 148 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 74 മീറ്റർ എന്ന് കിട്ടും. ഇതായിരിക്കും ആ അയാളും അല്ലെങ്കിൽ ആ തടസ്സവും ആ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ദൂരം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റിവർബറേഷൻ. സൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് റിവർബറേഷൻ. റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സൗണ്ടില് നമ്മൾ ഈ ചില സമയത്ത് ചില ഹോളിലൊക്കെ നമ്മൾ പുതുതായി നിർമ്മിച്ച വീടുകളിലൊക്കെ നമ്മൾ ഹോളിലൊക്കെ ചെന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മുഴക്കം കേൾക്കാൻ പറ്റും. എക്കോ അല്ല, നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒരു മുഴക്കം ആ ഹോളിൽ ഇങ്ങനെ നിൽക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിവർബറേഷൻ എന്ന് പറയുന്നത്. അതിൽ ഫേമസ് ആണ് ഈ ഗോൽ ഗുംബാസ് എന്ന് പറയുന്ന ബിജാപൂർ കർണാടകയില് ഒരു വിസ്പറിംഗ് ഗാലറി ഉണ്ട്. അവിടെ പോയിട്ട് നമ്മളൊരു ചെറിയൊരു സൗണ്ട് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും കുറ്റം പോയി പറഞ്ഞാൽ പോലും എന്ത് ചെയ്യും, അത് ഗാലറി മുഴുവൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. ഡ്യൂ ടു റിഫ്ലക്ഷൻ. കാരണം അതിന്റെ ആ ഒരു സ്പെരിക്കൽ വോൾസിലൂടെ സൗണ്ട് വേവ്സ് പലതവണ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ഒരു ബൂം എഫക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെയാണ് റിവർബറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ചെയ്ത ശേഷം സൗണ്ട് കുറച്ച് സമയം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഈ തുടർന്നുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലിങ്കറിങ്. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനിഷൻ ആയിട്ട് എഴുതണമെങ്കിൽ ലിങ്കറിങ് ഓഫ് സൗണ്ട്, എന്നിട്ട് നിങ്ങൾ മലയാളത്തിലും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലിങ്കറിങ് ഓഫ് സൗണ്ട്. ലിങ്കറിങ് ഓഫ് സൗണ്ട് ഡ്യൂ ടു ലിങ്കറിങ് ഓഫ് സൗണ്ട് ഡ്യൂ ടു റിഫ്ലക്ഷൻ എന്ന് പറയാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈവൻ ആഫ്റ്റർ ഇങ്ങനെ പറഞ്ഞാൽ ലിങ്കറിങ് ഓഫ് സൗണ്ട് even after original sound has stopped. ഒറിജിനൽ സൗണ്ട് ഹാസ് സ്റ്റോപ്ഡ് എന്നോ ടെക്സ്റ്റിൽ അവർ സീസ്ഡ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചത്. രണ്ടും ഒരേ മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ആയ ശേഷവും വീണ്ടും ആ സൗണ്ട് എന്ത് ചെയ്യും? ഒരു മുഴക്കം പോലെ തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിവർബറേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ആയാലും അല്ലെ, അല്ലെങ്കിൽ പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ചെയ്ത ശേഷം
വീണ്ടും അത് മുഴങ്ങിക്കൊണ്ടിരിക്കുക, അത് മുഴങ്ങിക്കൊണ്ടിരിക്കുക, മുഴങ്ങുക, അതിനെയാണ് എന്താന്ന് പറയാ. അല്ലെങ്കിൽ ഒരു ബൂം ഓഫ് സൗണ്ട്, ബൂം ഓഫ് സൗണ്ട് എന്ന് പറയുന്ന വാക്കൊക്കെ ഉപയോഗിക്കാം. ബൂം ഓഫ് സൗണ്ട് ഹേർഡ് ആഫ്റ്റർ ഡ്യൂ ടു ഇതിന്റെ കാരണം എന്ന് പറയുന്നതൊക്കെ റിഫ്ലക്ഷൻ ആണല്ലോ. അപ്പൊ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയാം. ഈ ബൂം എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റിവർബറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ലിങ്കറിംഗ് എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, തീരാണ്ടിരിക്കുക, തുടർന്നുകൊണ്ടിരിക്കുക, അതാണ് ഈ ലിങ്കറിംഗ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ സിനിമാ തിയേറ്ററിന്റെ ഒക്കെ വോൾസ് റഫാക്കി നിർമ്മിക്കുന്നതിന്റെ കാരണം അതാണ്, റിവർബറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, റഫ് സർഫസ് സൗണ്ടിനെ എഫക്റ്റീവ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യില്ല, അപ്പൊ ഈ റിവർബറേഷൻ കുറയ്ക്കാൻ പറ്റും കേട്ടോ. സിനിമ വേണേ ഒരു കുറയ്ക്കാം. മെത്തേഡ് ടു, അത് വേണേ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. മെത്തേഡ് ടു റെഡ്യൂസ് റിവർബറേഷൻ അല്ലെങ്കിൽ മിനിമൈസ് റിവർബറേഷൻ. മെത്തേഡ്സ് ടു മിനിമൈസ് റിവർബറേഷൻ. റിവർബറേഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങളിൽ ഒരു മാർഗമാണ് യൂസ് റഫ് വോൾ. റഫ് ആയിട്ടുള്ള വോൾസ് യൂസ് ചെയ്യാന്നുള്ളത്. കാരണം സൗണ്ടിനെ അത് അബ്സോർബ് ചെയ്യും, സൗണ്ടിനെ മാക്സിമം റിഫ്ലക്ട്, ചെറിയ രീതിയിൽ റിഫ്ലക്ട് ചെയ്യുള്ളൂ, നന്നായി അത് അബ്സോർബ് ചെയ്യണോണ്ട് നമുക്ക് അത് ഉപയോഗിക്കാം. അതുപോലെ കർട്ടൻ, കുഷന്റെ സീറ്റ് ഒക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാവുന്നതാണ്. കുഷന്റെ സീറ്റ്, തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ സീറ്റിലൊക്കെ കുഷൻ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് സൗണ്ടിനെ റിഫ്ലക്ട്. അതുകൊണ്ടാണ് ഈ തിയേറ്ററിൽ സൗണ്ട് ഇങ്ങനെ മുഴങ്ങി കേൾക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്നവർക്ക് ഭയങ്കര അരോചകമല്ലായിരിക്കും ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. അതുപോലെ ഫർണിച്ചേഴ്സ് ഒക്കെ സൗണ്ടിനെ അബ്സോർബ് ചെയ്യും, ഫർണിച്ചേഴ്സ്. അതുപോലെ കാർപ്പറ്റ് ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. നമ്മൾ അടുത്തൊരു കോൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത് ലിമിറ്റ്സ് ഓഫ് ഒഡിബിലിറ്റി ആണ്. ലിമിറ്റ്സ് ഓഫ് ഒഡിബിലിറ്റി, ലിമിറ്റ്സ് ഓഫ് ഒഡിബിലിറ്റി. അതായത് ഈ ചില ശബ്ദങ്ങള് നമുക്കറിയാലോ, ഈ നേച്ചറിൽ എല്ലാ തരത്തിലുള്ള സൗണ്ട് ഉണ്ട്. നല്ല ഫ്രീക്വൻസി കൂടിയ സൗണ്ട് ഉണ്ട്, നല്ല ഫ്രീക്വൻസി കുറഞ്ഞ സൗണ്ട് ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റില്ല. എന്നാൽ ചില ജീവികൾക്ക് കേൾക്കാൻ പറ്റും. ചില ഇപ്പൊ ഈ ഭൂകമ്പം ഒക്കെ വരുന്ന സമയത്തൊക്കെ ചില മൃഗങ്ങൾ അതിന് മുന്നേ എന്ത് ചെയ്യും, അവരെങ്ങനെ ചാടും. കാരണം അവർക്ക് ആ സൗണ്ട് നേരത്തെ ആ വേവ് തിരിച്ചറിയാൻ പറ്റും, നമുക്കത് പറ്റില്ല. അതുപോലെ തന്നെ ചില അൾട്രാ സൗണ്ട്, ഇങ്ങനത്തെ ചില സൗണ്ടുകളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുപോലെ കൂടിയ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല, കുറഞ്ഞ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ചില ജീവികൾ അത് യൂസ് ചെയ്യേണ്ട അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ. റാറ്റ്, എലികള്, ഡോഗ്സിന് അത് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റും. ചില ജീവികൾ, ഇപ്പൊ ബാറ്റ് പോലുള്ള ജീവികൾ അത് പ്രൊഡ്യൂസ് ചെയ്യും, ഡോൾഫിൻ, ഇതൊക്കെ ഈ സൗണ്ട്, അതായത് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നവരൊക്കെയാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ കോൺസെപ്റ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ലിമിറ്റ്സ് ഓഫ് ഒഡിബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, എവിടെ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. കണ്ടോ, ഇതില് ഓഡിബിൾ ടു ഹ്യൂമൻ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അല്ല 1 മാർക്ക് ചിലപ്പോൾ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഒഡിബിൾ ആയിട്ടുള്ള റേഞ്ച്, ഹ്യൂമൻ ഒഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്, ഹ്യൂമൻ ഒഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20,000 ഹെർട്സ്. ഈ 20,000 ഹെർട്സിനെ വേണമെങ്കിൽ 20 കിലോ ഹെർട്സ് എന്ന് വിളിക്കാം കേട്ടോ, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. 20 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ അത് 20,000 ഹെർട്സ് ആണ്. അപ്പൊ അതിലും താഴെ ഫ്രീക്വൻസി ഉള്ള സൗണ്ടോ, ലെസ് ദാൻ 20 ഹെർട്സ് ആണെങ്കിൽ നമ്മൾ വിളിക്കുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ്. ഇൻഫ്രാസോണിക്, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂകമ്പത്തിനോടനുബന്ധിച്ചൊക്കെ ഈ എർത്തിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ്. അതിനെ പറയുന്നത് സീസ്മിക് വേവ് എന്നാണ്. സീസ്മിക്, SEISMIC, സീസ്മിക് വേവ്. അതൊക്കെ ഇൻഫ്രാസോണിക് വേവിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഇനി 20,000 മേലെ ആണെങ്കിലോ, എബവ് 20,000 ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് അൾട്രാസോണിക്. അൾട്രാസൗണ്ട് സ്കാനിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എബവ് 20,000 ഹെർട്സ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് അൾട്രാസോണിക് എന്നാണ്. അൾട്രാസോണിക്. അതിന് എക്സാമ്പിൾ ആണ് ഒരു ഗാൾട്ടൺ വിസിൽ ഉണ്ട്. ഈ ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗാൾട്ടൺ വിസിൽ, ടു ട്രെയിനിങ് ഡോഗ്. അപ്പൊ ഈ ഡോഗിന് അപ്പൊ നല്ല ഫ്രീക്വൻസിയാണ്, നമുക്ക് കേൾക്കാൻ പറ്റില്ല. 30,000 ഹെർട്സ് ഒക്കെ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് ആണ് അത്. അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ ഈ ഡോഗ്സിനെ അത് തിരിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ,
അതുപോലെ ഇനി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്. എന്തൊക്കെയാണ് അൾട്രാസോണിക് സൗണ്ടിന്റെ യൂസസ്? യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, എങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ് എന്ന് പറയാം, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്നാലഞ്ച് യൂസുകൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ യൂസ് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. മെഡിക്കൽ ഫീൽഡിൽ എന്താ അതിന്റെ പർപ്പസ്? അതിനകത്ത് മെയിൻ സാധനമാണ് നമ്മുടെ സ്കാനിങ്. ഓക്കെ, ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അവരുടെ ആ സമയത്ത് ബേബീനെ കാണാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂട്രസ്, കിഡ്നി, ലിവർ, ഇതിന്റെയൊക്കെ ഫോട്ടോ, ഇതിന്റെയൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് അൾട്രാസോണോഗ്രഫി. അപ്പൊ ഈ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെങ്കിൽ അൾട്രാസോണോഗ്രഫി. പിക്ചേഴ്സ് എടുക്കാനൊക്കെ ഇത് അത്ര ഡേഞ്ചറസ് അല്ല, എക്സ്റേ പോലെയല്ല. ഈ എക്സ്റേ കുട്ടിക്ക് ദോഷമാണ് ഈ വയറ്റിനകത്തുള്ള, കാരണം ഇത് ഭയങ്കര നമ്മൾ നേരത്തെ പഠിച്ച ഭയങ്കര ഫ്രീക്വൻസി കൂടി ഭയങ്കര എനർജി കൂടി റേഡിയേഷൻ ആണല്ലോ. അത് കുട്ടിക്ക് ദോഷമായതുകൊണ്ടാണ് ഈ അൾട്രാസൗണ്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത ഒരെണ്ണാണ് ഈ കിഡ്നി, ലിവറിന്റെ ഒക്കെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും കേട്ടോ. കിഡ്നിയിൽ അല്ല, അതിന്റെ കൂടെ തന്നെ പറഞ്ഞാൽ മതി, അൾട്രാസോണോഗ്രഫിയിൽ വന്നാൽ മതി. ഇനി അടുത്ത പറയേണ്ടത് കിഡ്നി സ്റ്റോൺ ഒക്കെ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കിഡ്നി സ്റ്റോൺ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അൾട്രാസൗണ്ട്. ഇതിനകത്ത് ഇപ്പൊ അൾട്രാസോണോഗ്രഫി എന്താന്ന് വേണമെങ്കിൽ എഴുതാം. ഇമേജ് ഓഫ് അല്ലെങ്കിൽ സ്കാൻ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, കാണാൻ വേണ്ടിയിട്ട്. ടു സി ഇമേജ് ഓഫ് കിഡ്നി, ലിവർ, യൂട്രസ് എക്സെട്ര, അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കൊടുത്തോ. ഇനി അടുത്ത് മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ള അപ്പൊ ഇത് ഫസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മെഡിക്കൽ ഫീൽഡ്. ഇത് ഒന്നാമത്തെ കേട്ടോ, ഒന്നാമത്തെ കോൺസെപ്റ്റ് ആണ്, ഒന്നാമത്തെ യൂസ് ആണ് മെഡിക്കൽ ഫീൽഡ്. അതിന്റെ സബായിട്ട് മതി സോണോഗ്രഫി. ഇനി പറയാവുന്ന പറഞ്ഞാണ് ടു ബ്രേക്ക് കിഡ്നി സ്റ്റോൺ ഒക്കെ പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടൊക്കെ ഈ സൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. കിഡ്നി സ്റ്റോൺ, ടു ബ്രേക്ക് കിഡ്നി സ്റ്റോൺ. ഓക്കെ, സർജറി ഇല്ലാണ്ട് ക്രഷ് ചെയ്ത് കളയും. ഇനി ഇതിന്റെ ഒരു യൂസ് ആണ് ഫിസിയോതെറാപ്പിയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി ഒരു വൺ പീസിന്. ഫിസിയോതെറാപ്പിയിൽ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ പറയുന്ന ജോയിന്റ് പെയിൻ, മസിൽ ഇഞ്ചുറി എന്നിവയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് വൈബ്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമതായിട്ട് ഇതിന്റെ യൂസ് വരുന്ന ഒരു ഏരിയ ആണ് ക്ലീനിങ്ങിന് യൂസ് ചെയ്യും. അതിനകത്ത് മെയിൻ ആയിട്ട് ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഈ സ്പൈറൽ ഷേപ്പ് ട്യൂബ് ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ സൗണ്ട് യൂസ് ചെയ്യും. സ്പൈറൽ ഷേപ്പ് ട്യൂബ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ചെറിയ മെഷീൻ പാർട്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കും കേട്ടോ. ഓരോടെ വേണമെങ്കിൽ സ്പൈറൽ ട്യൂബ് സ്മോൾ മെഷീൻ പാർട്സിന്റെ ഒക്കെ ക്ലീനിങ്ങിന് ഉപയോഗിക്കും. സ്മോൾ മെഷീൻ പാർട്സ് ക്ലീനിങ്, ഇതിനൊക്കെ ഈ അൾട്രാ സൗണ്ട് ഉപയോഗിക്കും. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു യൂസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കഷൻ വരുന്ന ഒരു യൂസ് ആണ് സോണാർ. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂമറിക്കലും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, എന്താണ് സൗണ്ട് നേവിഗേഷൻ? ഇപ്പൊ ഈ ഷിപ്പ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ സബ്മറൈനിലൊക്കെ നമ്മൾ ഈ ഇതിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ, ഇവര് പോകുന്ന സമയത്ത് അടിയിൽ വലിയ കല്ലുകളോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സീ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സോണാർ എന്ന് പറയുന്നത്. അപ്പൊ സോണാർ എന്ന് പറയുന്ന ഇതിനകത്തൊരു ഡിവൈസ് ഉണ്ടാവും, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് അൾട്രാസൗണ്ട് അയക്കണേ. അപ്പൊ ഇതിൽ നിന്ന് അൾട്രാസൗണ്ട് അയക്കണു. അപ്പൊ ആ തടസ്സത്തിൽ പോയി തട്ടി ഇത് തിരിച്ചു വരുന്നുണ്ടല്ലോ, ആ ടൈം വെച്ചിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യില്ലേ അല്ലെ? സ്പീഡും അറിയാം, വാട്ടറിലൂടെയുള്ള സ്പീഡും അറിയാം, അതിന്റെ ടൈമും അറിയാമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തൂടെ? അങ്ങനെ അണ്ടർ വാട്ടറിലുള്ള ഒബ്ജക്ട്സിനെ ഡിറ്റക്ട് ചെയ്യാനും സീ ഡെപ്ത് മെഷർ ചെയ്യാനും അല്ലെങ്കിൽ സബ്മറൈൻസ് അതുപോലെ ഷിപ്പ് റെക്സ് ഒക്കെ കണ്ടെത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സോണാർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് എഴുതാം ടു ഡിറ്റക്ട് അണ്ടർ വാട്ടർ ഒബ്ജക്ട്. ഇതിന്റെ പർപ്പസ് is to detect underwater objects. അണ്ടർ വാട്ടർ ഒബ്ജക്ട്സിനെ ഡിറ്റക്ട് ചെയ്യാനും
അതുപോലെ മെഷർ സി ഡെപ്ത് എക്സെട്ര കൊടുത്താൽ മതി. മെഷർ സി ഡെപ്ത് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഈ അൾട്രാസോണാർ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അൾട്രാസൗണ്ട് അയക്കാം അല്ലെങ്കിൽ സോണാർ യൂസ് ചെയ്യാം. എന്താ ഇതിന്റെ മെത്തേഡ് എന്നുള്ള ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. സെൻഡ് ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. സെൻഡ് അൾട്രാസോണിക് വേവിനെ അയക്കും. അൾട്രാസോണിക് വേവിനെ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് അയക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ റിഫ്ലക്ട് അല്ലെ, ഇറ്റ് വിൽ റിഫ്ലക്ട് ആഫ്റ്റർ ഹിറ്റിംഗ് സർഫസ്. എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് അത് എന്ത് ചെയ്യും? തിരിച്ചു വരും. ആഫ്റ്റർ ഹിറ്റിംഗ് സർഫസ്. ഓക്കെ, അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ടൈം വെച്ചിട്ട് എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് ഈസ് കാൽക്കുലേറ്റഡ് അല്ലെ, ഡിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഫ്രം ടൈമിൽ നിന്ന് നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യില്ലേ, ഇത് മെഷീൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് സോണാർ അല്ലെങ്കിൽ സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ച് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. അതാ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഒരു അൾട്രാസോണിക് വേവ് ഒരു ഷിപ്പിന്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് അയച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ ഒരു കല്ലിൽ ഇടിച്ചിട്ട് തിരിച്ചു വന്നു അല്ലെ. ഷിപ്പിൽ നിന്ന് ഇത് താഴെ ഒരു കല്ലിൽ ഇടിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പൊ ശ്രദ്ധിച്ചോളൂ കേട്ടോ, കല്ലിൽ ഇടിച്ചിട്ട് തിരിച്ചു വന്ന ടൈമാണ് 0.2 സെക്കൻഡ്. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ താഴെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 1522 മീറ്റർ പെർ സെക്കൻഡ്. നമ്മളോട് കാണാൻ ചോദിച്ചിട്ടുള്ളത് ദൂരം അല്ലെ. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്ത് ദൂരമാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത് ശരിക്കും നോക്കിക്കൊള്ളണം. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്. അത് കണ്ടോ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഷിപ്പ് ടു റോക്ക്. അതായത് അങ്ങോട്ടുള്ള ദൂരം മാത്രം മതി, ഇങ്ങോട്ടുള്ള ദൂരം വേണ്ട. അപ്പൊ നമ്മൾ സമയം ഒന്നല്ലെങ്കിൽ ഇടുന്ന സമയത്ത് സമയം അതിന്റെ ഹാഫ് ഇടുക, അല്ലെങ്കിൽ ആദ്യം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് പകുതി കണ്ടുപിടിച്ചാൽ മതി. ആദ്യം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് കാണേണ്ട ഇങ്ങനെ, ടോട്ടൽ ഡിസ്റ്റൻസ് d is equal to വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എത്രയാ? 1522. എത്ര സമയം കൊണ്ടാ? 0.2 സെക്കൻഡ് അല്ലെ. 1522നെ 0.2 സെക്കൻഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 304.4 മീറ്റർ എന്ന് കിട്ടും. നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എന്നിട്ട് ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി. ശ്രദ്ധിക്കണം, ഇത് ടോട്ടൽ ദൂരാണ്. കാരണം നമ്മൾ ഇട്ട സമയം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു കൂടി ചേർത്തിട്ടാണ് 0.2 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന അങ്ങോട്ടുള്ള ദൂരം ഇങ്ങോട്ടുള്ള ദൂരം കൂടി ചേർത്തിട്ടായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചേക്കുന്നത് എന്താ? ഡിസ്റ്റൻസ് ഫ്രം ഷിപ്പ് ടു റോക്ക്. അപ്പൊ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതണം. ഡിസ്റ്റൻസ് ഫ്രം ഷിപ്പ് ടു റോക്ക്. ഡിസ്റ്റൻസ് ഫ്രം ഷിപ്പ് ടു റോക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? 304.4ന്റെ ഹാഫ് മതി. അതായത് 152.2 മീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ് ഫ്രം ദ ഷിപ്പ് ടു റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ഡിസ്റ്റൻസ് ഏതാണെന്ന് തന്നേക്കുന്നതെന്ന് കൃത്യമായി നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ അവിടെ മാർക്ക് പോകും. നമ്മൾ ഫുള്ള് കണ്ടുപിടിക്കും. ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുള്ളത് ഹാഫ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇനി തീരാണ്, ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ. ഒരു ബാറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ബാറ്റ് ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ബാറ്റ് യൂസ് അൾട്രാസോണിക് സൗണ്ട് കേട്ടാ. ബാറ്റ് യൂസ് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട്. അൾട്രാ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടാ. അൾട്രാസോണിക് വേവ് എന്തിനു വേണ്ടിയിട്ടാ? ടു ഡിറ്റക്ട് പ്രേ. അതിന്റെ ഇരകളെ ഡിറ്റക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഒബ്സ്റ്റക്കിൾ ബാറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഇരുന്നോട്ടെ. ഇവിടെ വേണേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇവിടെ ബാറ്റ് കേൾക്കുന്ന ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട്. 120 ആണ് ഫ്രീക്വൻസി അല്ലെ. 120 ശ്രദ്ധിക്കണം, അത് കിലോ ഹെഡ്സ് ആണ്. ഹെഡ്സിലാക്കുമ്പോൾ കിലോ അല്ലേ, 1000 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒരു 3 0 ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. കിലോ ഹെഡ്സ് ആണ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ? വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത്. അപ്പൊ മാക്സിമം ഫ്രീക്വൻസി ആണ് അവർ തന്നേക്കുന്നത്, മാക്സിമം വേവ് ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. ആ മാക്സിമം എന്നുള്ള വാക്കപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ട, കാരണം എഫ് ലാംഡ അങ്ങനെ ഓർത്താലും മതി. മാക്സിമം ഫ്രീക്വൻസിക്ക് മാക്സിമം വേവ് ലെങ്ത്. സ്പീഡ് എത്രയാണ്? സ്പീഡ് മാറുന്നില്ലല്ലോ, സ്പീഡിന് എപ്പോഴും ഒരു വാല്യൂ അല്ലേ, ഒരു മീഡിയത്തിലുള്ള. എത്രയാണ്? 350. എയറിലൂടെയുള്ള സ്പീഡാണ് 350 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ലാംഡ കാണണം. എന്താ ഇക്വേഷൻ? V is equal to F into ലാംഡ അല്ലെ. അപ്പോ ലാംഡ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? V by F ചെയ്താൽ മതി. V എത്രയാ?
ഇവിടെ വി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ 350 അല്ലെ. 350 ഡിവൈഡഡ് ബൈ 120. എത്ര സീറോ കൊടുക്കണം നോക്കി? 3 സീറോ കൊടുക്കണം അല്ലെ. 3 സീറോ. ഇതും കട്ട് ചെയ്യും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒത്തിരി ചെറിയ വാല്യൂ ആണ്. 0.12 അങ്ങനെ എന്തൊരു വാല്യൂ ആണ് കിട്ടുക. അല്ല സോറി 0.0029 ചെറിയ വാല്യൂ ആണ്. 0.0029 മീറ്റർ ആയിരിക്കും വേവ് ലെങ്ത് കിട്ടുക. കാരണം ഭയങ്കര ഫ്രീക്വൻസി അല്ലേ, ഭയങ്കര ഹൈ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് അല്ലേ, സ്വാഭാവികമായിട്ടും വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ വാല്യൂ അത്ര കുഞ്ഞിതായിപ്പോയത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ന്യൂമറിക്കൽ ആണ്. ന്യൂമറിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്, ന്യൂമറിക്കൽ അല്ല. നോക്കൂ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫ്രീക്വൻസി ക്യാൻ ഹേർഡ് ബൈ ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി ഏതാണ്? 5 ഹെർട്സ് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റില്ല, അത് ഇൻഫ്രാസോണിക് ആണ്, നമുക്ക് കേൾക്കാൻ പറ്റില്ല. 20,000 ഹെർട്സ് നമുക്ക് കേൾക്കാൻ പറ്റുമോ? 2000 ഹെർട്സ് നമുക്ക് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റും. 2200 കിലോ ഹെർട്സ് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. 50 കിലോ ഇല്ല, 50 into 1000 വരും, 50,000 കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതായിരിക്കും? 2000 ഹെർട്സ് ആയിരിക്കും. കാരണം 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മുടെ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് ഒരേ ഒരു ഐഡിയ ആണ്, ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ആണ്, സീസ്മിക് വേവ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, സീസ്മിക് വേവ്. സീസ്മിക് വേവ്. ഈ സീസ്മിക് വേവ് എന്ന് പറയുന്നത് ഈ ഭൂകമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എർത്ത് ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ, ഇതൊക്കെ കാരണം എർത്ത് ക്രസ്റ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ എന്താ ഈ സീസ്മിക് വേവ് എന്നൊരു ഐഡിയ ഉണ്ടാക്കിക്കോ. വേവ് ട്രാവലിംഗ് ത്രൂ എർത്ത് ക്രസ്റ്റ്. വേവ് ട്രാവലിംഗ് ത്രൂ എർത്ത് ക്രസ്റ്റ് എന്തൊക്കെ കാരണമായിട്ടാ? വേവ് ട്രാവലിംഗ് ത്രൂ എർത്ത് ക്രസ്റ്റ് എന്തൊക്കെ കാരണമായിട്ടാ നമ്മൾ പറഞ്ഞ? വോൾക്കാനിക് ഇറപ്ഷനോ അല്ലെങ്കിൽ ഭൂകമ്പം, സോറി, അല്ലെങ്കിൽ എർത്ത് ക്വേക്ക്, ഏത് വേണേലും പറയാം കേട്ടോ. വേവ് ട്രാവലിംഗ് ത്രൂ എർത്ത് ക്രസ്റ്റ് ഡ്യൂ ടു എർത്ത് ക്വേക്ക്, ഭൂകമ്പം കാരണോ, എർത്ത് ക്വേക്ക് ഭൂകമ്പം കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലോഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, എക്സാമ്പിൾ കൊടുത്താലും എക്സെട്ര കൊടുത്താലും മതി. എക്സ്പ്ലോഷൻസ് എക്സെട്ര, പെട്ടെന്നൊരു വലിയ എക്സ്പ്ലോഷൻസ് ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ് എന്തെന്ന് പറയുന്നത്? സീസ്മിക് വേവ് എന്ന് പറയുന്നത്. ഈ സീസ്മിക് വേവിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡിയുടെ പേരാണ് സീസ്മോളജി. ഇതെല്ലാം ഒരു വൺ വേർഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇതിനെ കുറിച്ചുള്ള സ്റ്റഡിയുടെ പേരാണ് സീസ്മോളജി. സ്റ്റഡി ഓഫ് സീസ്മിക് വേവിനെ വിളിക്കുന്ന പേരാണ് സീസ്മോളജി. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിക്കോട്ടോ, സ്റ്റഡി ഓഫ് സീസ്മിക് വേവ് ഈസ് നോൺ ആസ് സീസ്മോളജി. ഓക്കെ, ഇനി നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്, ഈ എർത്ത് ക്വേക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു സ്കെയിൽ ഉണ്ട്. ആ സ്കെയിലിന്റെ പേരാണ് റിച്ചർ സ്കെയിൽ. ടു മെഷർ എർത്ത് ക്വേക്കിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലാണ് എർത്ത് ക്വേക്ക് ഇന്റൻസിറ്റി. ഇങ്ങനെ 2-3 പോയിന്റ് ഈ ടോപ്പിക്കിലുള്ളൂ. ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നതിന്റെ പേരാണ് റിച്ചർ, RITCHER, റിച്ചർ സ്കെയിൽ എന്ന് പറയും. അതില് ഒരു 1 to 9 ഒരു നമ്മൾ സാധാരണ സ്കെയിൽ പറയുന്ന പോലെയാണ്. ഇത്ര വാല്യൂലും കൂടുതലാണെങ്കിൽ നമ്മൾ പറയും വളരെ ഡേഞ്ചറസ് ആണെന്ന് പറയും. ഇനി അതിലും കുറവാണെങ്കിൽ നമ്മൾ പറയും അവിടെ വീക്കാന്ന് പറയും. ഇനി ഓഷ്യന്റെ ബോട്ടത്തിലോ കോസ്റ്റൽ ഏരിയാസിലോ എർത്ത് ക്വേക്ക് ഉണ്ടാക്കുമ്പോൾ അതെന്ത് ചെയ്യും? സുനാമിക്ക് കാരണമായി തീരും. ഓക്കെ, സുനാമി എന്ന് പറയുമല്ലോ, ജൈജാന്റിക് ആയിട്ടുള്ള ഓഷ്യൻ വേവ്സിന്റെ സീരീസ് ആണ് സുനാമി എന്ന് പറയുന്നത്. വലിയ അളവിൽ സീ വാട്ടർ ഇങ്ങനെ തള്ളി നീക്കുന്നതാണ്. ഇറ്റ് ഈസ് ഓൾസോ കോസ്ഡ് ബിക്കോസ് ഓഫ് എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ സീസ്മിക് വേവ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇറ്റ് വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ടോ. Seismic wave at ocean bottom causes tsunami. Seismic wave at ocean bottom causes tsunami. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ന്യൂ ചാപ്റ്റർ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു.